24 അമേരിക്കയുടെ റീപ്പർ ഡ്രോണുകളെയാണ് ഇറാൻ അടിച്ചിട്ടത്. ഇത് പറയുമ്പോൾ ജസ്റ്റ് ഒരു 24 അമേരിക്കൻ ഡ്രോണുകൾ അടിച്ചിട്ടത് എന്തിനത്ര വലിയ സംഭവമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു കുഞ്ഞു സംഭവമേ അല്ല എന്നുള്ളതാണ്. ഏകദേശം അമേരിക്കയുടെ 24 ഫൈറ്റർ ജെറ്റുകളെ അടിച്ചിട്ടതിന് ഏകദേശം തുല്യം തന്നെയാണ് ഈ പറയുന്ന റീപ്പർ ഡ്രോണുകൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ റീപ്പർ ഡ്രോണുകളെ ഒരു കുഞ്ഞ് ജെറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം പ്രൊപ്പല്ലറുള്ള കുഞ്ഞു ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന, അതേപോലെ തന്നെ ജെറ്റ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഡ്രോണുകളെയാണ് റീപ്പർ ഡ്രോണുകൾ എന്ന് പറയാം. അത് മാത്രമല്ല, ആകാശത്ത് 27 മണിക്കൂറുകളോളം നിൽക്കാതെ പറക്കാനും പറ്റുന്ന ഡ്രോണുകളെയാണ് റീപ്പർ ഡ്രോൺ എന്ന് പറയാം. യഥാർത്ഥത്തിൽ അമേരിക്ക ഈ ഡ്രോണുകളെ ഉപയോഗിക്കുന്നത് ഒന്നാമത്തത് ചാരപ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ടാണ്, നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ഈ ഡ്രോണുകളിൽ മാസീവായിട്ടുള്ള അമേരിക്കയുടെ മിസൈലുകളും ബോംബുകളും കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ ഈ ആളില്ലാ വിമാനങ്ങളെ അമേരിക്ക പരീക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത വന്നത്. അന്നത് ഡ്രോൺ ആണ് എന്നുള്ളത് നമുക്കറിയത്തില്ലായിരുന്നു. പിന്നീട് നമ്മുടെ നാട്ടിൽ ഡ്രോൺ വ്യാപകമായപ്പോഴാണ് യഥാർത്ഥത്തിൽ ഡ്രോൺ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ ഹിസ്ബുള്ളയുടെ കയ്യിലോ അല്ലെങ്കിൽ ഇറാൻ്റെ കയ്യിലുള്ള ഫത്ത ഡ്രോണുകളായിട്ടൊന്നും ഒരു തരത്തിലുള്ള കമ്പാരിസണും ഇല്ലാത്ത ഡ്രോണുകളാണ് ഈ പറയുന്ന റീപ്പർ ഡ്രോണുകൾ എന്ന് പറയുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ചെറിയ ജെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നോ, ഒരു ജെറ്റ് എഞ്ചിൻ എന്താണോ ഏകദേശം അതുപോലെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു മിസൈലിനൊക്കെ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഡ്രോണുകളെയാണ് ഈ പറയുന്ന റീപ്പർ ഡ്രോണുകൾ എന്ന് പറയുക. ഇങ്ങനത്തെ ഡ്രോണുകളെയാണ് ഇറാൻ 24 എണ്ണത്തിന് അടിച്ചിട്ടെന്ന് പറയുന്നത്. അത് ഇറാൻ മാത്രമല്ല അടിച്ചിട്ടേക്കുന്ന, ഹൂത്തികളും ഇത്തരത്തിലുള്ള കുറച്ച് ഡ്രോണുകളെ അടിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 290 കോടി രൂപയാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രോണിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, 290 കോടി ഇൻറ്റു 24 എത്രത്തോളം ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ട് ആണ് അവിടെ സ്പെൻഡ് ആയേക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇത് കമ്പയർ ചെയ്യേണ്ടത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ കയ്യിലുള്ള ഫത്ത ഡ്രോണുകളുമായിട്ടാണ്. ഏകദേശം 30,000 20,000 മുതൽ 30,000 ഡോളർ വരെ മാത്രമാണ് ഫത്ത ഡ്രോണുകളുടെ ഒരു വില എന്ന് പറയുന്നത്. ഏകദേശം 2-3 കോടി രൂപ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഈ ഫത്ത ഡ്രോണുകൾ വെച്ചിട്ട് ഇറാൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക യൂസ് ചെയ്യുന്ന ഒരു പാട്രിയോട്ട് മിസൈലിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 40 കോടിയോളം രൂപയാണ്. 3 കോടി വിലയുള്ള ഒരു ഡ്രോണിനെ അറ്റാക്ക് ചെയ്യാനും ടാക്കിൾ ചെയ്യാനും ഇന്റർസെപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് 40 കോടിയാണെന്നുള്ളതാണ്. ഇവിടെയാണ് ഈ വ്യത്യാസം സംഭവിക്കുന്നത് എന്നുള്ളതാ. അപ്പോൾ 290 കോടി വില വരുന്ന മിസൈലുകളെയും ബോംബുകളെയൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന, സർവെയിലൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന, ചാരപ്രവർത്തിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോണുകളെയാണ് ഇറാൻ അടിച്ചിട്ടെന്നുള്ളതാണ്. അതായത് ഈ ഡ്രോണുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒരു കമാൻഡ് സെൻറ്ററിൽ നിന്നിട്ടാണ് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഡ്രോണുകൾ പകർത്തുന്ന വിഷ്വൽസ് ഡ്രോണുകൾ നേരെ സാറ്റലൈറ്റിലേക്ക് അയക്കുകയും സാറ്റലൈറ്റ് അത് നേരെ കമാൻഡ് സെൻറ്ററിലോട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. റിയൽ ടൈം എൻഗേജ്മെൻ്റ് ആണ്. അതായത് കമാൻഡ് സെൻറ്ററിൽ ഇരിക്കുന്ന ജോയ്സ്റ്റിക് ഓപ്പറേറ്റർ യഥാർത്ഥത്തിൽ ഈ ഡ്രോണ് കാണുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അത് കണ്ട് അനലൈസ് ചെയ്ത് വിലയിരുത്തിയതിന് ശേഷം മാത്രമേ അവിടെ അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും പെർഫെക്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്ന അമേരിക്കയുടെ ഡ്രോണുകളാണ് ഈ പറയുന്ന റീപ്പർ ഡ്രോണുകൾ. അതിൻ്റെ 24 എണ്ണത്തിനെയാണ് ഇറാൻ അടിച്ചിട്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക പുതിയ തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അതായത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന വാർ ഫീൽഡിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകളും മിസൈലുകളും ഉണ്ടാക്കുക എന്ന തന്ത്രത്തിലേക്കാണ് അമേരിക്ക ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.
ഒരു മിസൈലിന് 40 കോടി രൂപ വില വരുന്നുണ്ടെങ്കിൽ 40 കോടി രൂപക്ക് ഏകദേശം 10 മിസൈലുകളോ അല്ലെങ്കിൽ 20 മിസൈലുകളോ വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ടെക്നോളജീനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിയിലോട്ടാണ് അമേരിക്ക പോകുന്നത്. അത് മാത്രമല്ല, ഇസ്രായേലും ഇതുപോലത്തെ ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇസ്രായേലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന അറ്റാക്കിന്റെ ഇടയിൽ അനുഭവിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള ഫൈബർ ഒപ്റ്റിക് ഡ്രോണുകൾ ഇറാന് തലവേദന സൃഷ്ടിച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ കൂടെ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്ക് എതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലേക്കും ഇസ്രായേലും കടക്കുന്നു എന്നുള്ളതാണ്. അതേ സ്റ്റെപ്പ് പിടിച്ചിട്ടാണ് ഇപ്പോൾ അമേരിക്കയും കൂടെ പോകുന്നതെന്നുള്ളതാണ്. ഇപ്പൊ ബോയിങ് ഒക്കെ പോലെയുള്ള പ്രധാനപ്പെട്ട ഏവിയേഷൻ ഇൻഡസ്ട്രീനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് അമേരിക്കക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇത് ബോയിങ്ങിന്റെ കയ്യിലേക്കൊന്നും ഇത്തരത്തിലുള്ള ഡ്രോണുകളുടെയും ഇത്തരത്തിലുള്ള മിസൈലുകളുടെയും പ്രൊഡക്ഷൻ പോവാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതായത് മാർക്കറ്റിലുള്ള മറ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള മാർക്കറ്റിലുള്ള സിമിലർ ആയിട്ടുള്ള പാർട്ടീസിനോട്ടിലും കൂടെ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ അവിടെ മാർക്കറ്റിൽ ഒരു കോമ്പറ്റീഷൻ വരികയും കോമ്പറ്റീഷൻ വരുന്നിടത്ത് ചെലവ് കുറഞ്ഞ രീതിയിൽ അമേരിക്കക്ക് ഇത് റീബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ അമേരിക്കക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അമേരിക്ക വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇറാന്റെ അസിമെട്രിക് വാർഫെയറിൽ തല കുടുങ്ങിപ്പോയി പെട്ടുപോയി അമേരിക്ക എന്നുള്ളതാണ് ഇവിടെ കാണണ്ടേ. അതായത് അതൊന്നും ഊരാൻ പറ്റുന്നില്ല, എന്നാൽ തോറ്റു പിന്മാറാൻ പറ്റുന്നില്ല, എന്നാൽ വിജയിച്ചു എന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടാവുന്നില്ല. ആ ഒരു ഏരിയയിൽ ജിയോ പൊളിറ്റിക്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നു. ഇസ്രായേലും UAE ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും എന്നാൽ അവിടെയുള്ള ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങൾ വേറൊരു യൂണിറ്റിയിലേക്കും പോകുന്നു. അമേരിക്കയുടെ മേലുണ്ടായിരുന്ന ട്രസ്റ്റ് ഇല്ലാണ്ടായി ആ രാജ്യങ്ങളുടെ എയർബേസുകളെയും അതേപോലെ തന്നെ ആ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളെ സമീപിക്കേണ്ട രീതിയിലോട്ട് സൗദി അറേബ്യ വരെ പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചും കൂടെ ഈ ഇറാൻ വാറിന്റെ കോണ്ടെക്സ്റ്റിൽ നടന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. അതായത് ഇന്നാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞ കാലാവധി അവസാനിക്കുകയും യഥാർത്ഥത്തിൽ ആ കാലാവധി അവസാനിച്ച സ്ഥിതിക്ക് ഇറാനെതിരെ മാസീവായിട്ടുള്ള അറ്റാക്ക് അമേരിക്ക നടത്തുകയും ചെയ്യേണ്ട സമയമാണിത്. അപ്പോഴാണ് പിള്ളാഴ്ച നമുക്കിത് അടുത്ത ചിങ്ങത്തിലേക്ക് മാറ്റി വെച്ചാലോ എന്നുള്ള ഡയലോഗും പറഞ്ഞിട്ട് ട്രംപ് വരികയും ഇത് മാറ്റിവെക്കുകയും ചെയ്തത്. റീസൺ ആയിട്ട് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്റലിജൻസ് വിവരമാണ്. അതായത് മാസീവ് ആയിട്ടുള്ള മിസൈൽ അറ്റാക്കിന് ഷോർട്ട് ടൈമിൽ മാസീവ് ആയിട്ടുള്ള മാക്സിമം ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറ്റാക്കിലേക്കാണ് ഇറാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലൊരു അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഹാർഡ്, അത്രക്ക് ഹാർഡായിട്ട് മാറും. മാത്രമല്ല ഇവരുടെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസിനെയും ടെക്നോളജീനെയും ഇറാന്റെ മേലെ ഉപയോഗിക്കുന്നതിൽ ഇവർക്കൊരു ഭയം കൂടെയുണ്ട്. അതിന്റെ കാരണം അസിമെട്രിക് വാർഫെയർ തന്നെയാണ്. കാരണം ഒരു ഡ്രോണിന് 290 കോടി രൂപ വിലയാണ് അമേരിക്കയുടെ അടുത്തുനിന്ന് നോക്ക്. ഒരു ഡ്രോണിന് 2 കോടിയോ 3 കോടിയോ വിലയാണ് ഇറാനിൽ എന്നുള്ളതും കൂടെ കാണണം. അപ്പൊ അതിൽ വരുന്നൊരു ഹ്യൂജ് ഇംബാലൻസ് ആണ്. നമുക്ക് എത്ര കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഏത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വെച്ച് കഴിഞ്ഞാലും വളരെ പെരിഫറലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സാമ്പത്തികമായിട്ടുള്ള ആഘാതം, ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഈ ഒരു വാറിൽ സംഭവിച്ചേക്കുന്നത് അമേരിക്കക്കാണെന്നുള്ളതും കാണാം. അത് മാത്രമല്ല, ഈ പറയുന്ന ഗ്രൗണ്ടിലൂടെയുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് അമേരിക്ക കോപ്പ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സിവിലിയൻസിനെ ഇറക്കി ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൂടെ ഇറാൻ ചെയ്തു വെക്കുന്നു എന്നുള്ളതും കൂടെ കാണണം. ആളുകളെ, സാധാരണ സിറ്റിസൻസിനെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് മുതൽ തുടങ്ങുന്നു അത് എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇസ്രായേലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പട്ടാളത്തിൽ ചേരാൻ വേണ്ടിയിട്ട് മടിക്കുകയാണ്. ആ മടി കാരണം, ആ ബുദ്ധിമുട്ട് കാരണം 2 കൊല്ലത്തെ ജയിൽവാസത്തിന് ഇവർ പോവുകയാണെന്നുള്ളതാണ്.
ഗസയിലും ലെബനോനിലും ഒക്കെ അറ്റാക്ക് നടത്തിയിട്ടുള്ള പട്ടാളക്കാർ പിന്നീട് വന്നത് മാസീവായിട്ടുള്ള ഡിപ്രഷൻ കൊണ്ടാണ് തിരിച്ചു വന്നേക്കുന്നത്. ആത്മഹത്യയുടെ വക്കില്. മാത്രമല്ല ഇപ്പൊ ലെബനോനിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സേനയ്ക്ക് ഒരു തരത്തിലുള്ള പകർച്ചവാദി പനി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ആളൊഴിഞ്ഞ കേവിൽ നിൽക്കുകയും ആ കേവിന്റെ ഇടയിൽ നിന്ന് കയറി വരുന്ന പാരാസൈറ്റുകൾക്ക് കടിച്ചിട്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് പനി, അത്തരത്തിലുള്ള രോഗം പോലും ഇസ്രായേൽ ആർമിക്കിടയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴാണ് ഒരു 24 ഡ്രോൺ അടിച്ചിട്ട കഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 24 ഡ്രോണുകൾ അടിച്ചിട്ടു എന്ന് പറയുന്നത് സിമ്പിൾ കാര്യമല്ല എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ അതിനകത്തൊരു പൈലറ്റ് ഇരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാം ആ ഒരു ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു യഥാർത്ഥ ഫൈറ്റർ ജെറ്റ് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ട ഈ അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും ബെസ്റ്റ് ഡ്രോൺ ആൻഡ് ടെക്നോളജിയാണ്. അതിനെയാണ് 24 എണ്ണത്തിനെ ഇറാൻ അടിച്ചിട്ട് എന്നുള്ളതാണ്.